നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഞ്ചതന്ത്ര കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഥയും കഥയ്ക്ക് കഥയും കഥയ്ക്കുള്ളിൽ കഥയും ഒരുപാട് കഥാപാത്രങ്ങളുമുള്ള കൺഫ്യൂഷൻ വരുന്ന, അതായത് ഏത് കഥയില്ല, ഇതാരാ പറഞ്ഞത്, ആരാണ് ആരോടാണ് പറഞ്ഞത് എന്നിങ്ങനെയുള്ള ഒരു സംശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, കൺഫ്യൂഷൻ വരുന്ന ഒരു കഥയാണ് പഞ്ചതന്ത്രം കഥകൾ. ഈ പഞ്ചതന്ത്ര കഥയിലെ രാജകുമാരന്മാരെ മിത്രഭേദം എന്ന് പറയുന്ന ആ തന്ത്രം, രാജാവാകുമ്പോഴത്തെ രാജാവിന് ആ പഞ്ചതന്ത്രങ്ങൾ അറിയണം. അതിൽ ആദ്യത്തെ തന്ത്രമായ മിത്രഭേദം എന്ന തന്ത്രം പഠിപ്പിക്കുന്നതിന് മഹാഗുരുവായ സോമശർമാവ് രാജകുമാരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളാണ് ഇതിലെ കഥകളൊക്കെ. അതിലിപ്പോൾ ഒരുപാട് കഥകളായി പറയണേ, കഥയ്ക്കുള്ളിൽ കഥകളാണ്. ഒരു വർദ്ധമാനൻ എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരൻ്റെ 2 കാളകൾ, അദ്ദേഹം സാധനങ്ങളൊക്കെ കൊണ്ട് നടന്ന് വിൽക്കുന്ന ആളാണ്. അവിടാണ് തുടക്കം. ആ കാളകളിൽ ഒരെണ്ണത്തിന് കാല് തെറ്റി വഴിക്ക് വീണു. അതിനെ വനത്തിൽ ഉപേക്ഷിച്ചു. 2-3 പരിചാരകരെ ശുശ്രൂഷിക്കാനായിട്ട് അവിടെ നിർത്തിക്കൊണ്ട് കാളയെ ഉപേക്ഷിച്ചുകൊണ്ട് യജമാനൻ നാട്ടിലേക്ക് ഒറ്റക്കാള വണ്ടിയും വലിച്ചു പോയി. അങ്ങനെ പോയി. ഈ കാത്തു നിന്നിരുന്നവർ ഈ സഞ്ജീവകൻ എന്ന് പറയുന്ന കാളയുടെ ശുശ്രൂഷയൊക്കെ ചെയ്തു, ശ്രമിക്കുകയൊക്കെ ചെയ്തു. ഈ കൊടുങ്കാട്ടിൽ ഈ കാള അത്ര ഭംഗിയായിട്ട് അങ്ങനെ മാറി സുഖമായിട്ട് ഇതിനെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായില്ല. അവരെന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ കാള ചത്തുപോയി എന്നുള്ള ഒരു തീരുമാനത്തിൽ നമുക്ക് യജമാനോട് പറയാമെന്നും കരുതി അവർ കാളെ ഉപേക്ഷിച്ച പോയി. പക്ഷേ ഒരു ദൈവാനുഗ്രഹം എന്നേ പറയാനുള്ളൂ. ഈ സഞ്ജീവകന് അനുകൂലമായ കാലാവസ്ഥയും ഭക്ഷണവും ഒക്കെ കഴിച്ച് ക്രമേണ അസുഖമൊക്കെ മാറി. പിന്നെ അത് എണീറ്റ് നടന്ന് ഇര തേടി നടന്ന് എന്തിനു പറയണു, നല്ല ഒന്നാന്തരം ഒരു കൂറ്റൻ കാളയായി, വലിയ ഗർജനം. അങ്ങനെ വന്ന് ഒരു സിംഹത്തിൻ്റെ കൂട്ടുകാരനായി, പിങ്കളൻ എന്ന് പറയുന്ന സിംഹത്തിൻ്റെ. ആ സിംഹത്തിൻ്റെ മന്ത്രിമാരാണ് ക്രോഷ്ടാവ് മന്ത്രി കുറുക്കൻ. അദ്ദേഹത്തിൻ്റെ 2 മക്കളാണ് ദമനകനും കരടകനും. അവർക്ക് ഈ സഞ്ജീവകനുമായിട്ടുള്ള തങ്ങളുടെ രാജാവിൻ്റെ, സിംഹരാജാവിൻ്റെ ആ വേച്ചത്ര കണ്ട് പിടിച്ചില്ല. കാരണം തങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതിന് രാജാവ് വീഴ്ച വരുത്തുന്നു. സഞ്ജീവകനെയാണ് ഇപ്പം മന്ത്രിയെ പോലെ കരുതണേ. അതുകൊണ്ട് ഈ സിംഹവും സഞ്ജീവകനും തമ്മിൽ തെറ്റാൻ വേണ്ടിയിട്ട് മന്ത്രിപുത്രന്മാരായ കരടകനും ദമനകനും കൂടി ആലോചിച്ച് ഒരു കുതന്ത്രങ്ങളൊക്കെ പടതുകൊണ്ടിരിക്കുകയാണ്. ആ കുതന്ത്രങ്ങളുടെ ഇടയ്ക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകാൻ വേണ്ടി മറ്റ് പല കഥകളും കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട്. പേനും മൂട്ടയും ടിട്ടിബിയൊക്കെ. അപ്പോൾ ബന്ധുക്കളുടെ ഉപദേശം സ്വീകരിക്കണം. അതുപോലെ വലിയ ശത്രുക്കളായിട്ടുള്ളവരെ വലിയ, അതായത് തങ്ങളുടെ ഈ നിസ്സാരമായ ജീവികളെ സഹായിക്കാൻ വലിയ അവർ തയ്യാറാകും എന്നൊക്കെയുള്ള അനുഭവങ്ങളുള്ള കഥകൾ. ടിപ്പിയുടെ വരുണദേവൻ കഴിവുള്ളവനാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി കഴിവുള്ള ആളാണ് മഹാവിഷ്ണുവും ഗരുഡനുമൊക്കെ. ആ ഗരുഡൻ്റെ സുഹൃത്തുക്കൾ അവരുടെ ഒരു സമൂഹത്തിൽപ്പെട്ട ആളാണ് ടിട്ടിബി. അവരുടെ മുട്ട കവർന്ന വരുണദേവനോട് പറഞ്ഞ് സമുദ്രത്തെ പിന്തിരിച്ച് മുട്ട തിരിച്ചു കൊടുക്കാനൊക്കെ കൽപ്പിക്കേണ്ടത്. ഈ കഥയിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താ, കഴിവുള്ളവൻ കഴിവ് കുറഞ്ഞവൻ കഴിവുള്ളവനോട് എതിർക്കാൻ ഒത്തിരി ഭയപ്പെടും, പറഞ്ഞോണം കേൾക്കും. ഇവിടെ മഹാവിഷ്ണുവിനെ ഗരുഡൻ വഴി മഹാവിഷ്ണു വരുണനോട് ടിട്ടിബിയുടെ മുട്ടകൾ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ വരുണൻ അതങ്ങടെ അനുസരിപ്പിച്ചു. വരുണൻ പറഞ്ഞ സമുദ്രത്തോട് അതങ്ങടെ അനുസരിപ്പിച്ചു. ഇവർക്ക് ആർക്കും തന്നെ മഹാവിഷ്ണുവിനോട് കരുത്തില്ലാത്തതാണ് കാരണം. ഇതിനുശേഷം ദമനകൻ്റെയൊക്കെ ഉദ്ദേശം ഈ കഥകളും ഒക്കെ പറഞ്ഞു കൊടുത്ത് കാര്യങ്ങൾ നടക്കുന്നത്, സഞ്ജീവകൻ എന്ന ആ കൂറ്റൻ കാളയും പിങ്കളൻ എന്ന സിംഹരാജാവും തമ്മിൽ തെറ്റണം. അവർ തമ്മിൽ യുദ്ധം നടക്കണം. സഞ്ജീവകനെ സിംഹം കൊന്ന് തിന്നണം. എന്നിട്ട് തങ്ങളെ തന്നെ മന്ത്രിമാരായി വെച്ച് തങ്ങൾക്ക് ആ മന്ത്രി പദവത്തിൽ ഇരുന്നിട്ടേ ഒരു സുഖമൊക്കെ കേട്ടോ, സുഖമായ ആ ജീവിതം തുടരണം. ഇതാണ് കരടകൻ്റെയും ദമനകൻ്റെയും ഉദ്ദേശം.
അപ്പോൾ സഞ്ജീവകനെ ഉപദേശിച്ച് കൊടുക്കുകയാണ്. എന്താ ഉപദേശിക്കണേ? താങ്കൾ എപ്പോൾ സിംഹത്തെ കാണുന്നുവോ, എങ്ങനെ സടേക്കങ്ങോട്ട് കൊട്ടഞ്ഞ് ഉഷിരായിട്ട് ഉഷാറോടുകൂടി നിൽക്കുന്നു, കൊണ്ണങ്ങനെ ചുമപ്പിച്ച് നിൽക്കുന്നു സിംഹം, വാലങ്ങനെ വട്ടിപോലെ ഉയർത്തി നിൽക്കുന്നു, കണ്ണുകളിലെ ആ ചുവപ്പ് നിറം, വട്ടി പോലെ നിൽക്കുന്ന വാല്, ഏത് സമയത്തും തൻ്റെ മുൻകാലികൾ കൊണ്ട് തനിക്ക് നേരെ വരുന്ന ശത്രുവിനെ അങ്ങോട്ട് ഒറ്റ പൊത്തിന് കൊല്ലാനുള്ള ശക്തി ആർജിച്ചു കൊണ്ട് നിൽക്കുന്ന 2 മുൻകാലുകൾ. ഇങ്ങനെ ഒരു രീതിയിൽ സിംഹത്തെ താങ്കൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ ഉറപ്പിച്ചോളൂ, താങ്കളെ കൊല്ലാനുള്ള പുറപ്പാട, സുഖമായിട്ട് കാളമാംസം തിന്നാനുള്ള ഒരു ആർത്തിയാണ് കാണുന്നത് എന്ന് പറഞ്ഞ് റെഡിയാക്കി സഞ്ജീവകനെ അങ്ങോട്ട് ഉഷാറാക്കുക. സഞ്ജീവകനോട് രാജ്യഭാരം, രാജ്യസേവനം ഇതൊക്കെ ബോറടിച്ച പണിയാണ്. എപ്പോഴാണ് തങ്ങളെ കൊന്നു തിന്നുക അല്ലെങ്കിൽ പിരിച്ചു വിടുക ഇതൊക്കെ ഉണ്ടാവുക എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് പിങ്കളനെ അങ്ങേയറ്റം ദുഷ്ടനായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ദമനകൻ എന്ന മന്ത്രിപുത്രനാണ് കേട്ടോ ഇതിന് ബഹുകേമനായിട്ട് നടക്കുന്നത്. അപ്പോൾ സഞ്ജീവന് തോന്നി ഈയിടെയായിട്ട് തൻ്റെ രാജാവിന്, സിംഹരാജന് തന്നോട് ഇത്തിരി താല്പര്യം കുറവാണെന്നുണ്ട് അല്ലേ, അങ്ങനെ ഒരു സംശയം ജനിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണ പോലെയാണെന്ന് സഞ്ജീവകനോടൊക്കെ പറഞ്ഞ് സഞ്ജീവകൻ ഇങ്ങനെ മനസ്സിൽ കാണുകയാണ് സിംഹം തന്നെ ആക്രമിക്കാൻ വരുന്ന ആ രൂപം. വാലുയർത്തിപ്പിടിച്ച് സടകുടഞ്ഞെഴുന്നേറ്റ് കണ്ണുകൾ ഉരുട്ടിക്കാണിച്ച് ദംഷ്ട്രകളം കെട്ട് വെളിയിലേക്കിട്ട് വായം കെട്ട തുറന്ന് മുൻകൈയും തന്നെ പോക്കി ഉയർത്തി ഒറ്റടി മസ്തകത്തിൽ അടിക്കാൻ പാകത്തിന്. അങ്ങനെ സിംഹത്തെ ഉറപ്പിക്കാൻ തന്നെ കൊല്ലാനുള്ള പുറപ്പാട് തന്നെയാണ് എന്ന് സഞ്ജീവകനും മനസ്സിൽ കളിച്ചു. അപ്പോൾ അതിന് മുൻപേ ചതിയാലെ സിംഹത്തെ കൊല്ലാൻ വല്ല വഴിയുണ്ടോ എന്നിങ്ങനെ ആലോചിക്കുക. ഇതൊക്കെ പറഞ്ഞ് സഞ്ജീവകനെ അങ്ങനെ റെഡിയാക്കി നിർത്തി കഴിഞ്ഞിട്ട് ഉടൻ തന്നെ പോയി സിംഹത്തിൻ്റെ അടുത്തേക്ക് ദമനകൻ ചെന്നപ്പോൾ തൻ്റെ മന്ത്രിയുടെ പുത്രനായിരുന്നല്ലോ, തൻ്റെ മന്ത്രിയായിരുന്ന ക്രോഷ്ടാവിൻ്റെ പുത്രനാണല്ലോ വരണത്. അദ്ദേഹത്തെ വിളിച്ചു അടുത്തൊക്കെ ഇരുത്തിയിരുന്നു. കാര്യം തന്നെ മഹാരാജാവേ, അങ്ങയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വല്ലാണ്ട വിഷമാവുണ്ട്. എന്ത് കാര്യം ഓർത്തിട്ട് എന്താണെന്ന് എനിക്ക് വിഷമം? അപ്പോൾ വിഷമമുണ്ടല്ലോ, എൻ്റെ രാജാവല്ലേ അങ്ങക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് എനിക്കും കൂടിയുള്ള വിഷമല്ലേ, കഷ്ടം. സഞ്ജീവകൻ പിണക്കമുള്ളവരെ, അതായത് അതുപോലെ അല്പം പിണക്കമുള്ളവരെ അകറ്റാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ സഞ്ജീവകനും സിംഹവും തമ്മിൽ ഇപ്പോൾ ഒരു നേരിയ പിണക്കുണ്ട്. സഞ്ജീവകനൊരു സംശയം, തന്നെ അങ്ങോട്ട് പണ്ടത്തെ പോലെ ഗവനിക്കണില്ലെന്ന്. അതുപോലെ സിംഹത്തിനൊരു തോന്നൽ, സഞ്ജീവകൻ തൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് തന്നെയല്ലേ, മന്ത്രി തന്നെയല്ലേ എന്നൊരു സംശയം. ഇങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ ഈ ദമനകൻ്റെ ഈ ഭേദോപായം എന്ന് പറഞ്ഞാൽ എന്താ, 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തമ്മിൽ തെളിച്ചാവാനുള്ള ഉപായം, ഭേദോപായം ഫലിച്ചു. ഇവിടെ സഞ്ജീവകൻ റെഡിയാണ് സിംഹത്തിനെ ആക്രമിക്കാൻ, സിംഹം അതിലപ്പുറം റെഡി. അവിടെ ചെന്നിട്ട് പറഞ്ഞു, സഞ്ജീവക നീ അവനോട് എതിർക്കണം, അവൻ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഓർക്കാപ്പുറത്ത് അങ്ങോട്ട് എതിർക്കണം എന്നൊക്കെ പറഞ്ഞ് സഞ്ജീവകനെ സെറ്റപ്പാക്കി. അത് കഴിഞ്ഞ് ഈ പകുതി മുറിഞ്ഞ് കിടക്കണ ഒരു വസ്തു പിന്നെ മുറിച്ചു മാറ്റാൻ എളുപ്പമാണ് അല്ലേ. ഒരു മരം, വലിയ മരം, അതിൻ്റെ കുറേ ഭാഗം കൊമ്പങ്ങടെ ഒടിഞ്ഞു പോയി. അത് കഴിഞ്ഞ് ബാക്കി നിൽക്കണ ആ കുറ്റി മുറിച്ചു മാറ്റാൻ എളുപ്പമാണ്, വലുതായിരിക്കും. എന്ന പോലെയാണ് ഇവിടെ സഞ്ജീവകനും സിംഹവും തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ വൃക്ഷം ഇത്തിരി ഒലച്ചിൽ പറ്റി കുറച്ച് ഭാഗം മുറിഞ്ഞു പോയി. അപ്പം ഇനി വെട്ടിമാറ്റാൻ വലിയ താമസമില്ലല്ലോ. ബുദ്ധിമാന്മാർക്ക് അതിന് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ദമനകൻ കുറുക്കനാണേ, സൂത്രവും കൗശലവും ബുദ്ധി സാമർഥ്യമൊക്കെ ഇത്തിരി കൂടുതലുമാണ്. എപ്പോൾ സഞ്ജീവകൻ വന്നിട്ട് ഈ ദമനകരോട് പറഞ്ഞു, കാള മൂക്കറയിടുന്ന ശബ്ദം, സിംഹത്തിൻ്റെ ഗർജനം, ഇതൊക്കെ നിൽക്കുകളെല്ലാം മുഴങ്ങും അടുത്ത് തന്നെ. ദമനക വിചാരിക്കുക ഇവർ തമ്മിൽ ഇപ്പം തന്നെ യുദ്ധം അങ്ങോട്ട് തുടങ്ങും. ദമനകൻ സിംഹം ഇതിനോട് ചെന്നിട്ട് പറഞ്ഞു, അങ്ങയെ ആക്രമിക്കാനായിട്ട് ഇത് ഇപ്പം വരും കേട്ടോ സഞ്ജീവകൻ, അങ്ങ് ആ
എതിർപ്പൊക്കെ അവനെ ആക്രമിക്കാൻ റെഡിയായിട്ട് നിന്നോളൂ. അങ്ങ് സടകുടഞ്ഞെഴുന്നേറ്റോളൂ, അങ്ങ് ഗർജിക്കാൻ റെഡിയായിക്കോളൂ. അങ്ങയുടെ കണ്ണുകളൊക്കെ അങ്ങോട്ട് വട്ടത്തിലങ്ങോട്ട് ഉരുളട്ടെ, അങ്ങയുടെ വാലങ്ങനെ കമ്പി പോലെ ഉയരട്ടെ, അങ്ങയുടെ ദംഷ്ട്രകളൊക്കെ വെളിയിൽ കാണട്ടെ. ഇതൊക്കെ കാണുമ്പോൾ സഞ്ജീവകം പേടിച്ചോളും എന്ന് ദമനകൻ ഇവിടെ സിംഹത്തിനെ പിരികേറ്റി. സിംഹം അതനുസരിച്ചിട്ട് അങ്ങോട്ട് റെഡിയായിട്ട് നിന്നു. സിംഹത്തിൻ്റെ അടുത്ത് നിന്ന് സഞ്ജീവകൻ യുദ്ധത്തിനൊരുങ്ങിയിട്ടാട്ടോ വരണേ. വാലും ഉയർത്തി വായും പിളർന്ന് കോപം നടിച്ചിരുന്നോളൂ. ഇവിടെ മുൻകാലുകളൊക്കെ റെഡി ആയിക്കോളൂ. ഒരൊറ്റ അടിക്ക് സഞ്ജീവനെ കൊല്ലാൻ റെഡി ആയിക്കോളൂ. ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ, വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം യുദ്ധം തന്നെ നടക്കും. അങ്ങയെ തീർക്കാൻ വേണ്ടിയിട്ടാണ് സഞ്ജീവകൻ വരണേ. സിംഹം ഇത് കേട്ടിട്ട് ശരിയാവോ, സഞ്ജീവകൻ തന്നെ ഉപദ്രവിക്കുമോ, തന്നെ ആക്രമിക്കുമോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴേക്കും സഞ്ജീവകം വന്നു. സഞ്ജീവകം വരുമ്പോൾ ഇവിടെ സിംഹം സടകുടഞ്ഞ് എണീറ്റേക്കണു. രോമങ്ങളൊക്കെ അങ്ങനെ എഴുന്നു നിൽക്കുന്നു, കണ്ണുകൾ ഉരുട്ടിക്കാട്ടണു, ദംഷ്ട്രകൾ വായ പറന്ന് കട്ടിക്കാൻ പാകത്തിന് വരണു, വാൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ദമനകൻ പറഞ്ഞു ശരിയാണല്ലോ, തന്നെ ആക്രമിക്കാൻ റെഡിയായിട്ടല്ലേ നിൽക്കണേ. ഉടൻ തന്നെ സഞ്ജീവകനെ കണ്ടപ്പോൾ സിംഹത്തിനും തോന്നി ഇവൻ തന്നെ ആക്രമിക്കാനാണ് വരണേ. അതുപോലെ തന്നെ സഞ്ജീവകന് തോന്നി മൃഗരാജാവ് തന്നെ ഇപ്പം കൊന്നു തിന്നാനുള്ള ഭാവത്തിലാണ് എന്ന് തോന്നി. ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് യുദ്ധം തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? കോളയുടെ വലിയ മുക്രയിടൽ, സിംഹത്തിൻ്റെ വലിയ ഗർജനം, ഇതൊക്കെ അങ്ങോട്ട് വന്നു. ഉന്തും ഇതെല്ലാം നാല് ദിക്കിലും മുഴങ്ങി. ഇവർ തമ്മിലുള്ള കടിയും മാന്തലും ഉന്തും തള്ളും യുദ്ധം അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം കണ്ടപ്പോൾ കരടകന് പേടിയായി. അയ്യോ, മൃഗരാജാവ് മരിച്ച തങ്ങളുടെ രാജാവിനല്ലേ പരിക്ക്. സഞ്ജീവകനെ കൊന്ന് തിന്നുകയാണെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കുറച്ച് മാംസമൊക്കെ നമുക്കും കിട്ടും. പക്ഷേ സഞ്ജീവകൻ ഉള്ളിടത്തോളം തങ്ങൾക്കൊരു രക്ഷയാണ്, സിംഹരാജാവിൻ്റെ കോപം തങ്ങളുടെ മേൽ വീഴാതെ. അപ്പോഴേക്കും ദമനകൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഈ ദമനക, നീ ചെയ്തത് ഇത്തിരി തെറ്റാ. നീ ആക്രമിക്കാൻ പാടില്ല. നീ രാജാവിനെ പിരികേറ്റി ഇപ്പോൾ സഞ്ജീവനെ കൊല്ലിക്കാൻ പോവുകയല്ലേ, അതുപോലെ സഞ്ജീവകനെ പിരികേറ്റി ഇപ്പോൾ രാജാവിനെ കൊല്ലിക്കാൻ പോവുകയല്ലേ. ഇതൊന്നും ഈ രണ്ടുപേരെയും വലിയൊരു അപകടത്തിൽ ചാടിച്ചിരിക്കുക. ഇങ്ങനെ പാടില്ല. സാമം, ദാനം, ഭേദം, ദണ്ഡം. ആദ്യം സാമവിധത്തിൽ രണ്ടു കൂട്ടരെയും പറഞ്ഞ് സമാധാനിപ്പിക്കുക. പിന്നെ ദാനം, അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഭേദം, ചെറിയൊരു ശിക്ഷയൊക്കെ കൊടുക്കാം. അതാണ് ഭേദബന്ധം എന്നൊക്കെ പറയണത്. ചെറിയൊരു ശിക്ഷയൊക്കെ കൊടുത്തൊരു ബന്ധം ശരിയാക്കുക. അതല്ലെങ്കിൽ ദണ്ഡം. പിന്നെ ഒടുവിൽ നാലാമത് പ്രയോഗിക്കേണ്ട ഒന്നാണ് ഇത്തിരി ദണ്ഡം പ്രയോഗിക്കാം. ദണ്ഡം എന്ന് പറഞ്ഞാൽ ഇത്തിരി വേദനയൊക്കെ കൊടുക്കാം, ശിക്ഷയൊക്കെ കൊടുക്കാം. 2 ഇടിയോ 4 മാന്തോ 2 ചവിട്ടോ ഇതൊക്കെ കൊടുക്കാം, ദണ്ഡം. അത് നാലാമത്തെ മാർഗമാണ്. പക്ഷെ നീ ഇവിടെ പ്രയോഗിച്ചേക്കണേ ഇപ്പോൾ 1, 2, 3 അങ്ങോട്ട് വിട്ടു കളഞ്ഞു, നാലാമത്തേലേക്കാണ് കയറിയേക്കണേ. നേരെ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് കയറിയില്ലേ ദണ്ഡത്തിലേക്ക്. അത് ശരിയല്ല ദമനക എന്ന് സഹോദരൻ കരടകം പറയുകയാണ്. സിംഹം തമ്പുരാന് ആപത്തുണ്ടാക്കി തീർത്തു നിൻ്റെ ഉപദേശം കാരണം. അതുപോലെ ഇനിയെങ്കിലും സിംഹവും കാളയും തമ്മിൽ ഇണങ്ങാനുള്ള ഉപായം എന്താണെന്നും കൂടി നീ ആലോചിച്ച് പറഞ്ഞ് പ്രയോഗിക്കുക. കലഹങ്ങളൊക്കെ പെരുപ്പിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകളുണ്ടാവും. ശത്രുക്കളെ തമ്മിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ തമ്മിൽ യോജിപ്പിക്കുന്നതാണ് ഏറ്റവും വേണ്ട കാര്യം. നീ അതിന് ശ്രമിക്കുക. ഇവിടെ ഈ ദുർനയങ്ങളിലൊക്കെ പെട്ട് ഉഴലുന്നവർക്ക് നീരാഴിയിൽപ്പെട്ട്, കടലിൽ സമുദ്രത്തിൽ നീരാഴി വരും. ഇങ്ങനെ വെള്ളം കണ്ട ആഞ്ഞൊരു തിരി,
ആ തിരിയലൊരു പശു പെട്ടുപോയ ആ നീരാഴിയുടെ ഒപ്പം ചുറ്റി 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 താഴ്ന്നു പോവുള്ളൂ. കരയ്ക്ക് കയറാൻ പ്രയാസമാണ്, അത് ചത്തുപോവുള്ളൂ അതോട് കൂടിയിട്ട്. അതുകൊണ്ട് ദമനക, നീ തന്നെയല്ലേ സഞ്ജീവകനെ മുൻപ് സിംഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അഭയം കൊടുപ്പിച്ചത്, ഓർക്കുണ്ടോ? സഞ്ജീവകൻ്റെ അടുത്ത് സഞ്ജീവകനെ നല്ല വാക്ക് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി സിംഹത്തിൻ്റെ അടുത്തെത്തിച്ചു. സിംഹത്തിനോട് സഞ്ജീവകനെ പറ്റി പുകഴ്ത്തി പറഞ്ഞ് അങ്ങനെ അവർ തമ്മിൽ സൗഹൃദം ഉണ്ടാക്കിയത് നീ ഒരുത്തനാ. ഇന്നിപ്പോൾ നീ തന്നെയാണ് അവർക്ക് തമ്മിൽ ശത്രുത ഉണ്ടാക്കുന്നത്. ഈ സിംഹം, ഗുണവാനായിട്ടുള്ള സിംഹം കാള വന്നതോടുകൂടി അതോടുകൂടിയിട്ട് ആകെ മാറിപ്പോയി. അതാണ് നമുക്കിപ്പോൾ നമ്മളെ പരിഗണിക്കണില്ല എന്നുള്ള തോന്നലുണ്ടായത്. സിംഹം നമ്മളെ പരിഗണിക്കണമില്ല, അതും ശരിയായി. ദുർമന്ത്രികൾ വന്നു ചേർന്നാൽ ഇതാണ് നല്ല രാജാവിൻ്റെ വരണ കുഴപ്പം. ദുർമന്ത്രി ആണ് അവിടെ വന്ന് ചേരണത്. ആരാ ദുർമന്ത്രി ഇവിടെ? അതുകൊണ്ട് പരദ്രോഹം, ദന്തക അതമന, നീ മനസ്സിൽ പരദ്രോഹം ചിന്തിക്കുന്നു, സഞ്ജീവകൻ നശിക്കണമെന്ന് നീ ചിന്തിക്കുന്നു. അത് ശരിയല്ല. നീ ബുദ്ധിമാനോ നല്ലവനോ അല്ലെന്ന് ഞാൻ വിചാരിക്കണം. നിൻ്റെ സഹോദരനായ എൻ്റെ വിചാരം നീ അത്ര ഫസ്റ്റ് മനുഷ്യനൊന്നല്ല, നല്ല മന്ത്രിയോ അല്ല, മന്ത്രികുമാരനൊന്നല്ല. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. നിൻ്റെ അച്ഛൻ ക്രോഷ്ടാവ്, കുറുക്കൻ, സൂത്രൻ, കൗശലക്കാരൻ, പിങ്കളൻ എന്ന സിംഹരാജാവിൻ്റെ മന്ത്രിയായിരുന്നു നിൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും. ആ അച്ഛനെ പോലെ ഇങ്ങനെ കുതന്ത്രമുള്ളൊരു മന്ത്രിയെ പിങ്കളന് കിട്ടിയിട്ടില്ല. അച്ഛപ്പം മരിച്ചുപോയി, ശരി. അച്ഛൻ്റെ ആ സ്വഭാവമൊക്കെ നിനക്കും ഉണ്ടാവും എനിക്കും ഉണ്ടാവും, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിന് ഉദാഹരണമായിട്ട് ഞാനൊരു കഥ പറയാം. ഇതുവരെ നീയല്ലേ മറ്റുള്ളവരെയൊക്കെ കഥ പറഞ്ഞ് തെറ്റിച്ച് വഴി തെറ്റിച്ചത്. ഞാനൊരു കഥ പറയാം. എന്താണ് ആ കഥ? ഈ കൈതയിലുണ്ടായ കൈതപ്പൂന്ന് നീ കേട്ടിട്ടുണ്ടോ? കൈതയുടെ ഓലയ്ക്ക് മുഴുവൻ മുള്ള, പക്ഷേ അത് കുറച്ചൊക്കെ ആ കൈതപ്പൂവിൻ്റെ ആ പൂവുണ്ടാവണം അതിൻ്റെ ഓലയ്ക്കുണ്ട്. എന്ന പോലെ നമ്മുടെ അച്ഛൻ്റെ പിതാവിൻ്റെ ആ സൂത്രവും കൗശലവും സ്വഭാവ ദോഷവും എല്ലാം കുറച്ചൊക്കെ നിനക്കും കിട്ടിയിട്ടുണ്ട്, എനിക്കും കിട്ടിയിട്ടുണ്ട്. ഈ കഥ, ഇതിന് ഉദാഹരണമായിട്ടുള്ളൊരു കഥ ഞാൻ നിനക്ക് നല്ലതെന്തെന്ന് പറഞ്ഞു തരുന്ന സൂചിമുഖി എന്ന പക്ഷി, ഒരു പക്ഷി ഉണ്ടായിരുന്നു പണ്ട്, സൂചിമുഖി എന്ന പേര്. ആ പക്ഷി നല്ല കാര്യങ്ങളെ പറയുള്ളൂ. പണ്ടൊരു കുരങ്ങനെ നല്ലൊരു ഉപദേശം കൊടുത്തു നന്നാക്കാനായിട്ട് സൂചിമുഖി നോക്കി. അതിന് എന്താ സംഭവിച്ചതെന്നിട്ട്, ഈ നല്ലത് പറഞ്ഞാൽ നല്ലതായിട്ട് മനസ്സിലാവുന്നവർക്കേ നന്മ പറഞ്ഞു കൊടുക്കാവൂ. സൂചിമുഖി ഇതൊന്നും ചിന്തിക്കാതെ കണ്ട് ഒരു കുരങ്ങൻ അങ്ങോട്ട് ഉപദേശം കൊടുത്തു. ഉപദേശിച്ച് എന്തുണ്ടായി? സൂചിമുഖിക്ക് മരണം സംഭവിച്ചു. ആ ഒരു കഥ എൻ്റെ സഹോദര ദമനക ഞാൻ നിന്നോട് പറയാം എന്ന് പറഞ്ഞ് കരടകൻ സൂചിമുഖിയുടെ കഥ പറയാൻ തുടങ്ങി. ഇതാണ് പഞ്ചതന്ത്ര മിത്രഭേദത്തിലെ മറ്റൊരു കഥ. ഈ കഥ, അടുത്ത സൂചിമുഖിയുടെ കഥ ഞാൻ അടുത്ത കഥയിൽ പറയാം കേട്ടോ. ഇന്ന് ഇവിടെ നിർത്തുകയാണ്. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? സഞ്ജീവകൻ എന്ന മന്ത്രി സിംഹരാജനെ, മൃഗങ്ങളുടെ രാജ സിംഹത്തിനെ എതിർക്കാൻ തുടങ്ങുന്നു. സിംഹമാകട്ടെ സഞ്ജീവകനെ കൊന്ന് തിന്നാൻ തുടങ്ങുന്നു. ഇതിന് പണിക്കൂട്ടൊരുക്കി ഇവരെ തമ്മിൽ അടുപ്പിച്ചതും ദമനകൻ, ഇപ്പത അടുപ്പിക്കുന്നതും ദമനകൻ. അതാണ് ഈ കഥകളിലുള്ള ഗുണപാഠം. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഈ കഥ ഒരു പ്രാവശ്യമല്ല, ഒരു 3 പ്രാവശ്യമെങ്കിലും വച്ച് കേട്ടാലേ വലിയവർക്ക് തന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ കുട്ടികളുടെ കാര്യം പറയണോ? ശ്രമിക്കൂ കേട്ടോ പഞ്ചതന്ത്രം കഥകൾ കേൾക്കാൻ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.